ഞാൻ പ്രധാനമായി പറയാൻ പോകുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പലപ്പോഴും മറന്നുപോയി എന്ന് പറയുന്നതായിരിക്കും വളരെ ശരി. എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം, അതിന്റെ ഗുണത്തെപ്പറ്റി അറിയുകയും ചെയ്യാം. എന്നാൽ അകത്ത് നിന്ന് പുറത്തോട്ട് വരാൻ വലിയ വൈക്ലഭ്യമാണ്. ഇതിനെപ്പറ്റിയാണ് വളരെ വിശദമായി ഇന്ന് പറയുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാവരും ജീവിതത്തിൽ വിജയിച്ചവർ മാത്രമായിരിക്കും, യാതൊരു തർക്കവുമില്ല. അവർക്ക് വളരെയധികം പ്രത്യേകതകളുണ്ടാവും. അവരുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ഒക്കെ വളരെ നല്ല രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവില്ല, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും, ജീവിത സംതൃപ്തി എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അത്തരം ആൾക്കാരെ ഏതാണ് ആ ഒരു മെത്തേഡ് എന്നും അത്തരം ആൾക്കാരെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതറിയാൻ, ഈ വിഷയം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം തന്നെ നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചോളൂ. നമുക്ക് തുടങ്ങാം. താല്പര്യമുണ്ട് ഒന്ന് താഴെ ടൈപ്പ് ചെയ്തോളൂ. അതുപോലെ തന്നെ കമന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ എന്താ പറയാ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഫേസ്ബുക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ. ഇത്തരം നല്ല നല്ല വീഡിയോകൾ നമുക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഇതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ പ്രധാനമായി ഇന്ന് പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല, ജീവിതത്തിൽ നന്ദിയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്. ഇതെത്ര കേട്ടതല്ലേ? ശരിയായിരിക്കാം, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം ഇതൊക്കെ എനിക്കുണ്ട്, പക്ഷെ എന്നിൽ നിന്ന് ഇത് പുറത്തോട്ട് വരുമ്പോൾ ഒരു കേവലം താങ്ക് യു കേട്ടോ എന്നതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നൊന്ന് സ്വയം പരിശോധിക്കുക. അപ്പോൾ അറിയാം അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നന്ദി എന്ന് പറയുന്നത് സ്വാർത്ഥകമായ ജീവിതത്തിനായുള്ള രഹസ്യം എന്നാണ് പറയുന്നത്. എന്താണ് നമ്മുടെ ഹിഡൻ സീക്രട്ട് ഓഫ് ലൈഫ് സക്സസ് എന്നും പറയും. അപ്പോൾ നന്ദി ഉണ്ടാക്കുന്ന മാനസികാവസ്ഥ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് ഞാൻ പറയുന്നതല്ല, ശാസ്ത്രം അങ്ങനെ പറയുന്നു, റിസർച്ചുകൾ അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ശാസ്ത്ര ലോകം തന്നെ പറയുന്ന കാര്യമാണ്. നന്ദി പ്രകടനം നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുകയും നമുക്ക് കൂടുതൽ ആശാവാഹത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കാൻ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നന്ദി എന്ന് നമ്മൾ അറിയണം. നന്ദി എന്നത് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്ന സത്യസന്ധമായ ഒരു ബോധമായിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ ഈ പറഞ്ഞ റിസൾട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. വെറുതെ താങ്ക് യു പറയുന്നതിൽ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്നാണ് കേവലം പറഞ്ഞതിനർത്ഥം. അപ്പോൾ അവൻ നേടിയതിലോ അനുഭവിച്ചറിഞ്ഞതിലോ അഭിമാനത്തിലോ സന്തോഷത്തിലോ പ്രകടിപ്പിക്കുന്ന ഒരു സ്വാഭാവികമായ വികാരമായിരിക്കണം നന്ദി എന്ന് പറയുന്നത്. നന്ദി ഒരു മാനസിക അവസ്ഥയാണെന്നും അത് ചിന്തകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ സ്ഥിരപ്പെടുത്തുന്നു. അത് മനഃശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം മാത്രമല്ല, ഒരുപാട് റിസർച്ചുകളിലൂടെ ഒരുപാട് വ്യക്തികളെ കണ്ടതിലൂടെ അവർ മനസ്സിലാക്കിയെടുത്ത തത്വമാണ് എന്നുള്ളതാണ്. അതൊരു മാനസിക വികാരമായി മാറണം എന്നുള്ളത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പ്രകടിപ്പിക്കുമ്പോൾ ജീവിതത്തെ കൂടുതൽ പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ യഥാർത്ഥ തത്വം. നന്ദി പ്രകടിപ്പിക്കുന്നത് മനുഷ്യ ബന്ധങ്ങൾ പരസ്പരം മെച്ചപ്പെടുത്തുന്നതിനും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു എന്നുള്ള 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. നന്ദി മാനസികാവസ്ഥയാണ്. നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കുന്നു. നന്ദി മനുഷ്യ ബന്ധങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു, സാമൂഹ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു എന്ന 3 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് ആവശ്യമാണ് എന്ന് തോന്നുന്നവർക്കെല്ലാം നന്ദി കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളത്. ഇനി നമുക്ക് നന്ദിയുടെ ശാസ്ത്രീയമായ അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് നന്ദി നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്നൊന്ന് അറിയണം. ഡോപ്പമിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡോപ്പമിൻ, സെറിട്ടോൺ, ഓക്സിറ്റോക്സിൻ എന്നിവ
ആണ് നമ്മുടെ സന്തോഷത്തെ നിലനിർത്തുന്ന ഹോർമോണുകളെന്ന്. ഈ ഹോർമോണിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പ്രധാനമായും നന്ദി ഒരു കാരണമായി മാറുന്നു എന്ന് പറയും. എങ്ങനെ? നന്ദിയുള്ള ചിന്തകളിലൂടെ തലച്ചോറിൽ സന്തോഷ ഹോർമോണുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. അത് ഉന്മേഷവും ആത്മവിശ്വാസവും കൂട്ടുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ്. രണ്ടാമത്തെ, തലച്ചോറിന് ന്യൂറോൺക്കിടയിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്താൻ നന്ദിയുടെ ആചാരങ്ങൾ ഗുണകരമായി മാറുന്നു എന്ന് പറയുന്നു. നന്ദിയുള്ള ചിന്തകളിലൂടെ അതായത് നന്ദിയുടെ ആചാരങ്ങൾ തുടർച്ചയായി ചെയ്താൽ, റിപ്പീറ്റഡ് ആയി നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന്റെ ഘടന തന്നെ മാറ്റപ്പെടുന്നു എന്നുള്ളത്. പുതിയ ബോധവനയുള്ള ന്യൂറൽ പാത്തുകൾ രൂപപ്പെടുത്താൻ നന്ദി കൊണ്ട് സാധിക്കുന്നു. ഇത് ജീവിതത്തെ കൂടുതൽ സംതൃപ്തമാക്കുന്നു എന്നറിയാം. ഉപാധികളില്ലാതെ സ്നേഹവും സഹാനുഭൂതിയും വളർത്താൻ നന്ദി സഹായിക്കുമ്പോൾ നന്ദി പ്രകടിപ്പിക്കുന്നവരുടെ സമൂഹത്തിലെ മറ്റുള്ളവർക്ക് കൂടുതൽ കരുതലും സ്നേഹവും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് നന്ദി വളരെ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ നന്മകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന്. നന്ദിയുടെ പ്രയോജനങ്ങൾ ഇതൊക്കെയാണ്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നത് നന്ദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്തൽ ഇതിന്റെ ഭാഗമാണ്. എങ്ങനെയാണ്? കൃത്യമായി നന്ദി പ്രകടിപ്പിക്കുന്ന ഹൃദ്രോഗങ്ങൾ പോലുള്ള അവസ്ഥകൾ ഇല്ലാതാകുന്നു എന്നറിയാം. ഉറക്കം നന്നായിട്ട് കിട്ടുന്നു എന്നുള്ളത്, വിഷാദം കുറയുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇനി മാനസികമായ സമ്മർദ്ദം കുറക്കുന്നു, പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് കരുത്ത് നൽകുന്നു നന്ദി എന്ന് പറയുന്നത്. സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്തുന്നു, ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു, കൂടുതൽ സ്നേഹമുള്ളവനാക്കുന്നതിലൂടെ എന്നുള്ളതാണ്. ജീവിത തൃപ്തി വർദ്ധിക്കുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായി ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നു. കാരണം നമ്മൾ അൺകണ്ടീഷനിലാണ്, നമുക്ക് ഒരു തരത്തിലും കണ്ടീഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കുക എങ്ങനെയൊക്കെയാണ് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഒരു 4 നന്ദി വാക്കുകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഇതും കൂടി ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് താഴെ പറയാനുള്ളത് പറയുക. നന്ദി, നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്ന നന്ദിയും കൂടി പറയാൻ മടിക്കരുത് എന്നുള്ളതാണ് പ്രത്യേകം പറയുന്നത്. എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറി എഴുതുക എന്ന് പറയുന്ന ഹാബിറ്റ് നന്ദിക്ക് ഏറ്റവും നല്ലതാണ്. ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടായ ചെറിയ ചെറിയ അനുഭവങ്ങൾ പോലും ഒന്ന് കുറിക്കുക. അത് അകത്തുണ്ടാക്കുന്ന മാറ്റം ഗംഭീരമായിരിക്കുമെന്ന് അറിയുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ അഭ്യസിക്കുക എന്ന് പറയുന്നത്. കഠിന സമയങ്ങളിൽ ഇത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതാണ് എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നന്ദി പ്രകടിപ്പിക്കുക, പറയുക, അവരോട് കൃത്യമായി പറയുക. ഉദാര മനസ്സോടും, കുട്ടിയോടും കുഞ്ഞിനോടും കുട്ടിയോടും എല്ലാത്തിനോടും മനസ്സിനകത്ത് നിന്ന് നന്ദി പറയാൻ പഠിക്കുക. മനസ്സിലാക്കിയും ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളത്. മൗനമായിരിക്കുക. എല്ലാ സമയത്തും വളവള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദിയല്ല. അത് വേണ്ട സമയത്ത് മാത്രം പറഞ്ഞ് ബാക്കി യോഗം ചെയ്യുക എന്ന് പറയുന്നു. പ്രകൃതി ആസ്വദിക്കുക, പക്ഷികളുടെ ശബ്ദം, കിളികളുടെ ശബ്ദം, കാറ്റിന്റെ ശബ്ദം എന്നിവയൊക്കെ, വെള്ളത്തിന്റെ ശബ്ദം, ഇതൊക്കെ ആസ്വദിക്കാൻ ഒന്ന് ശ്രമിക്കുക. ഓരോ ദിവസത്തിലും നന്മ കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനമായ മാർഗം. ഇനി എങ്ങനെയാണ് 3 കാര്യങ്ങളിലൂടെ നമുക്ക് നന്ദി കൃത്യമായി അനുഭവിക്കാൻ പറ്റും? ഒന്ന്, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള സംഭവമാണ്. ജീവിതത്തെ മാറ്റിമറിക്കാൻ അതിലൂടെ സാധിക്കുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് എന്ന് പറയുന്ന സംഭവം പുതിയതായി നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പുസ്തകം തന്നെ, ഒരു അഫർമേഷൻസിന്റെ പുസ്തകം തന്നെ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അടുത്ത ആഴ്ച എങ്ങാനും അത് റിലീസ് ആവുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ 108 ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസിന്റെ PDF നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും കൊടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതെല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പുസ്തകം വന്നു കഴിഞ്ഞാൽ പുസ്തകത്തിനെ പറ്റിയ ഡീറ്റെയിൽസ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ കൂടി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതിൽ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും ഒക്കെ ഒരു ഭാഗമായി വരുന്നു. അതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന 108 അഫർമേഷൻസും അതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്
പറയാനുള്ളത്. മൂന്നാമതായി ഗിവിംഗ് ബാക്ക്, തിരിച്ചു നൽകുക. ആർക്ക്? മറ്റുള്ളവരെ സഹായിക്കുക. നല്ല പ്രവൃത്തിയിലൂടെ അത് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്. ഇത് ആത്മസംതൃപ്തിയും തൃപ്തിയുമുള്ള ഒരു ജീവിതം നൽകും എന്ന് ഓർമ്മിപ്പിക്കുക. നന്ദിയെ ശീലമാക്കുക. നമ്മുടെ നന്ദി പ്രകടനം ഒരു മനഃശാസ്ത്രപരമായ അതിശക്തമായ അനുഭവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ സന്തോഷത്തോടെ സമാധാനത്തോടെയും സമ്പുഷ്ടമായ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നന്ദി പറയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം മാറും എന്ന് 100% ആയിട്ട് ഇതിനോടുകൂടി കൺഫേം ആയി നിങ്ങളോട് പറയുന്നു. മാറുക എന്ന് എൻ്റെയൊക്കെ ജീവിതത്തിൽ അത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ് നന്ദി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു 4-5 നന്ദി വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എഴുതി വെക്കാം എന്തിനൊക്കെ നന്ദി പറയാം. നമുക്ക് എല്ലാത്തിനും നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 10,000 കാര്യങ്ങൾക്ക് നന്ദി പറയാം. എങ്കിലും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നന്ദി പറയാനുള്ളത് ഈ ശ്വാസോച്ഛ്വാസത്തിന് നന്ദി എന്ന് എത്ര പേര് പറയുന്നുണ്ടെന്ന് നോക്കുക. ഇതൊന്ന് പറഞ്ഞു നോക്കുക. ഇതെല്ലാം നൽകിയ ഈ പ്രപഞ്ചത്തിന് നന്ദി. എന്നെ ഞാനാക്കി നിർത്തിയ എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി. എന്നെ ഇങ്ങനെ ജീവിക്കാൻ ഈ സമൂഹം നൽകുന്ന വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതിന് നന്ദി. എൻ്റെ കുടുംബത്തിന് നന്ദി. എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി. എനിക്ക് സഹായം നൽകുന്ന എല്ലാത്തിനും നന്ദി. ഒരു അരിമണി പോലും നമുക്ക് ലഭിക്കുന്നത് മറ്റുള്ളവരുടെ സഹായത്താലാണെന്ന് പറയുമ്പോൾ അതിനൊക്കെ നന്ദി പറയുക. ശുദ്ധജലം ലഭിക്കുന്നതിന്, ഭക്ഷണം ലഭിക്കുന്നതിന്, വസ്ത്രം ലഭിക്കുന്നതിന്, സുരക്ഷിതമായ വീട് ലഭിച്ചതിന് നന്ദി, 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 നന്ദി. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾക്ക് നന്ദി പറയും. എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചത് നന്ദി. ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് നന്ദി. എനിക്ക് മറ്റൊരാൾക്ക് പ്രചോദനമാകാൻ സാധിച്ചതിന് നന്ദി. സൂര്യൻ ഉയർന്നു വന്നതിന് നന്ദി. മനോഹരമായ മഴ, നീലാകാശം, പകൽ, രാത്രി, വെളിച്ചം എന്നിവയ്ക്ക് നന്ദി. പ്രകൃതിയുടെ അനവധിയായ സുന്ദര കാഴ്ചകൾക്ക് നന്ദി. പക്ഷികളുടെ പക്ഷികളുടെ ശബ്ദങ്ങൾക്ക് നന്ദി. അങ്ങനെ 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 നിങ്ങൾക്ക് എത്ര പറയാൻ പറ്റും എന്നൊക്കെ താഴോട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തോട് നോക്കട്ടെ, എത്ര നന്ദികൾ നിങ്ങളിൽ വരുന്നു എന്നൊന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് പുഷ്പിപ്പിച്ചെടുക്കാൻ സാധിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവണം. അപ്പോൾ മനസ്സ് വളരെ ആശാവഹമായി മാറുകയും നിർമ്മലമായി മാറുകയും ചെയ്യുന്നവരുടെ ജീവിതം മാറ്റപ്പെടുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വിടവാങ്ങുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറ്റും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് നന്ദിയോടുകൂടി താങ്ക് യു.